എല്ലാരും ഊണൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ ഇന്ന് ചോറുണ്ണാൻ ശകലം താമസിച്ചു. ഒരു ചോറുണ്ണാനായിട്ട് ഒരുങ്ങിയപ്പോ എന്റെ അനിയത്തിയാരിഞ്ഞു വന്നു. അവള് മാടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അവൾ കുഞ്ഞിനെ സ്കൂളിലാക്കിയിട്ട് ആ വഴി ഉച്ചയായപ്പോൾ കയറി വന്നു. അവൾക്കുള്ള ചോറ് ആദ്യം കൊടുക്കാം. അവൾ വന്നപ്പോൾ കറിയുടെ കാര്യത്തിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കറി വെച്ചേ ഉള്ളൂ. അവളോട് ചോദിച്ചിട്ട് എടുക്കാം. ഈ ചോറ് എടുക്കുക അതിന് കേട്ടോ. കറിയൊക്കെ എന്നാ വേണമെന്ന് പറയണം. ഇങ്ങോട്ട് വാ, കുറച്ച് മതി. വാ, എന്താ കറി വേണ്ടേ? ഇതിന്ന് വൻപയർ തോരൻ ഞങ്ങൾ വെച്ചേക്കുന്നത്. എടുക്കട്ടെ കുറച്ച്. അവൾക്ക് വൻപയർ തോരൻ അവൾക്ക് കുറച്ച് മതി എന്നാ പറയുന്നത്. അവൾക്ക് വൻപയർ തോരനോട് ഇഷ്ടമൊക്കെ ഉണ്ട്, എന്നാലും അവൾക്ക് ഇന്ന് കുറച്ച് മതി എന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ വന്നപ്പോഴത്തേന് ഒരു സമ്മന്തി അരച്ചു. അവൾക്ക് ഇഷ്ടമുള്ളതാണ്. അതായത് തേങ്ങായും ഇഞ്ചിയും പുളിയെല്ലാം വെച്ചിട്ട് സമ്മന്തി ഇപ്പം ഞങ്ങൾ അരച്ചത്. അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി. വേറെ കറി ഇല്ല, ഇത് ഇത്ര ഉള്ളു. ഇന്നലത്തെ കറിയൊന്നും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. വണ്ടിയിലൊക്കെ പോകുന്നില്ല, അതുകൊണ്ട് ഇന്നലത്തെ കറിയൊന്നും കൂട്ടുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ മീൻ വറുത്തു. മത്തി വേണ്ടേ, ഒരു മത്തി വറുത്തത്, ചൂടോടെ മത്തി വറുത്തത്. പിന്നെ തൈരുണ്ട്. തൈര് ഒഴിച്ചേക്കെ കഴിച്ചാൽ കുറച്ച് എല്ലാം കുറച്ച് കുറച്ച് ഇന്നസെന്റ് പറയുന്ന കുറച്ചുകൂടെ തൈരുണ്ട്. നാരങ്ങാച്ചാർ വേണ്ട, നാരങ്ങാച്ചാർ വേണ്ടെന്ന പുള്ളിക്കാരി പറയുന്നത്. നാരങ്ങാച്ചാർ ഞങ്ങളുടെ ദേവൂട്ടിക്കാ നാരങ്ങാച്ചാർ. നാരങ്ങാച്ചാർ നല്ല ഏതച്ചാർ ഇവിടെ വെച്ചാലേ എന്റെ മരുമോൾ അത് ഒരു 3 ദിവസം കൊണ്ട് അവളത് തീർത്തു. ആഹാരം വേസ്റ്റ് ആക്കാൻ പാടില്ല. അവൾക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഇന്ന് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഇന്നത്തെ കറിയുള്ളൂ. ഇനിയിപ്പം വൈകുന്നേരം എന്തെങ്കിലും അവളിപ്പം വൈകുന്നേരം പോകും. ചായ കുടിയും കൂടെ കഴിഞ്ഞിട്ട് അവളങ്ങ് പോകും. അവളോട് ഞങ്ങൾ പറഞ്ഞു ഇനി ഇടയ്ക്ക് ഒരു ദിവസം വരണം. അവൾക്ക് ഭയങ്കര ഇഷ്ടം പൊതിച്ചോറ്. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് അവൾക്ക് വെക്കുമായിരുന്നു. അവൾ വരുന്നതിന് നമുക്കൊരു പൊതിച്ചോറ് കെട്ടി വെക്കണം. പക്ഷെ ഞങ്ങൾക്ക് അതിന് ഇന്നോട് ഓർക്കാപ്പുറത്താണ് കയറി വന്നത്. അതായത് അവളിന്ന് വരുമെന്ന് ഓർത്തു. അവൾ ഓടി. കുഞ്ഞവിടെ കരച്ചില്ല ഭയങ്കര. നമ്മുടെ മോനെ അവനവിടെ തൊട്ടിക്കകത്ത് കിടക്കുവാണ്. അവനെ കരയാൻ തുടങ്ങിയ പിന്നെ അവന്റെ അമ്മ ചെന്ന് എടുക്കണം. അവന്റെ അമ്മ എടുക്കാൻ പോയ വീഡിയോ എടുക്കാൻ ആരുമില്ല. അത് കാരണം അവന്റെ അമ്മയെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കും. ഞങ്ങളുടെ കേശും കുഞ്ഞിനും ഇരിക്കുന്നതിന് ഭയങ്കര കരച്ചില്ല. അത് കാരണം ഞങ്ങളുടെ എന്തിയാടി കുഞ്ഞെന്തിയേ അതേണ്ടേ അവള് കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു കണ്ടോ. ഞങ്ങളുടെ കേശു കുഞ്ഞാണ് ഇതാണ് ഞങ്ങളുടെ ഉച്ചവിഭവം. അതുകൊണ്ട് ചോറെല്ലാരും ഉണ്ടോ ഇല്ലെങ്കിൽ എല്ലാരും ഓടി വായോ. നമുക്കിത് നല്ല സമ്മന്തി, വൻപയർ തോരനും തൈരും മീൻ വറുത്തതും കൂട്ടി നമുക്ക് ചോറിന് ഓടി വായോ. എല്ലാരും നമുക്കിത് ചോറുണ്ടാവേ.